ഗുരുവായൂരിലെ മേൽശാന്തിയായിരുന്ന മുരളീധരൻ നമ്പൂതിരി ഒരിക്കൽ വൈകുന്നേരം ദേവാലയത്തിൽ വിളക്ക് കത്തിച്ച് അലങ്കാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ കയ്യിൽ പിടിച്ചിരുന്ന 5 പവൻ സ്വർണ്ണ ഓടക്കുഴൽ കാണാതാകുന്നത് ശ്രദ്ധിച്ചു. ക്ഷേത്രം മുഴുവൻ തിരഞ്ഞിട്ടും കാണാനില്ല. വിഷാദത്തോടെയും ഭയത്തോടെയും ഭഗവാനോട് മുഖം തിരിച്ച് പ്രാർത്ഥിച്ചു. ഗുരുവായൂരപ്പാ, പോയ ഓടക്കുഴൽ തിരികെ തരണമേ എന്ന് പറഞ്ഞു കരഞ്ഞു. അതുവരെ ഒപ്പം നിന്ന കീഴ്ശാന്തി പ്രാർത്ഥനയ്ക്കു ശേഷം ഓർമ്മിപ്പിച്ചു. മേൽശാന്തി, പ്രസാദം കൊടുക്കു, സമയം 4 മണിയായി. മനസ്സിൽ വിഷമം നിറഞ്ഞ നിലയിൽ പ്രസാദം കൊണ്ടുപോകുമ്പോൾ കൂട്ടത്തിൽ നിന്നൊരു കുട്ടി പറഞ്ഞത് കേട്ടപ്പോൾ മേൽശാന്തി ഞെട്ടി. എന്താ തിരുമേനി, ഓടക്കുഴലുമായി ആണല്ലോ വരവ്? അമ്പരന്ന മേൽശാന്തി നോക്കിയപ്പോൾ വസ്ത്രത്തിന്റെ സൈഡിൽ ഓടക്കുഴൽ കുടുങ്ങി നിൽക്കുന്നത് കണ്ടു. എങ്ങനെ വന്നു എന്ന് മനസ്സിലാകാതെ കണ്ണുകളിൽ ആനന്ദാശ്രുക്കൾ നിറഞ്ഞു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എല്ലാവരും ഭഗവാനെ അങ്ങോട്ട് തൊട്ടിട്ടുണ്ട്. എനിക്ക് ഭാഗ്യം, ഭഗവാൻ തന്നെ ഇങ്ങോട്ട് വന്നു തൊട്ടിരിക്കുന്നു. ഭഗവാന്റെ ലീലകളുടെ രഹസ്യം അത്ഭുതത്തോടെ അനുഭവിച്ച മേൽശാന്തി ഭക്തിയോടെ നമസ്കരിച്ചു. കൃഷ്ണ, ഗുരുവായൂരപ്പാ.